പണ്ടുകാലത്തെ ഒരു ചൊല്ലുണ്ട്, മുഹറം 10 മുമ്പ് എന്തു ചെയ്താലും അതൊരു സുഖം ഉണ്ടാവില്ല അല്ലേ. അന്ന് കല്യാണം ഉണ്ടാവില്ല, അന്നൊരു ഏർപ്പാടുണ്ടാവില്ല. മുഹറം 1 മുതൽ 10 വരെ നെഹ്സ് ഉണ്ടായതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ മോശപ്പെട്ട ദിവസങ്ങളായത് കൊണ്ടല്ല. നേരെ മറിച്ച് പരിശുദ്ധ ദീന് വെച്ചത് കൊണ്ടോ. നിങ്ങള് പണ്ഡിതന്മാര് പഠിപ്പിച്ചു, മുഹറം 1 മുതൽ 10 വരെ വിശ്വാസിക്ക് നോമ്പെടുക്കൽ വലിയ പുണ്യമുള്ള സമയമാണ്. 1 മുതൽ 10 വരെ നോമ്പെടുക്കൽ വലിയ പുണ്യമുണ്ട്. 9ഉം 10ഉം ഏതായിരുന്നാലും നമ്മളൊക്കെ നോമ്പെടുക്കുന്നവരാണ്. ആഷൂറാവിനും താസുആനും ഒക്കെ മഹാന്മാര് പറയുന്നു, 1 മുതൽ 10 വരെ നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, വലിയ പുണ്യമുണ്ട്. കാരണം എന്താ, ഒരു വർഷത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുമ്പോ അവിടെ പിന്നെ കല്യാണോ സൽക്കാരോ ആചാര്യ അടങ്ങേറുകളിൽ പെട്ടിട്ട് ഇങ്ങനെ തിരക്കാകണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മുടെ നല്ലവരായ പൂർവികര് ഇങ്ങനെ ഒരു ചൊല്ല് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്. അല്ലാതെ മുഹറം 10 മുമ്പ് ഒരാൾ കല്യാണം കഴിച്ചാൽ ശരിയാകാത്തത് കൊണ്ടല്ല, മറ്റെന്തെങ്കിലും ഏർപ്പാട് ചെയ്താൽ അത് നന്നാകാത്തത് കൊണ്ടല്ല, മറിച്ച് ഒരു വർഷത്തിന്റെ തുടക്കം തന്നെ അതുപോലുള്ള തിരക്കുകളിൽ പെട്ടിട്ട് എനിക്ക് പല നന്മകളും നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ് 10 ദിവസം നോമ്പെടുക്കൽ പരിശുദ്ധ ദീന് പുണ്യമാക്കിയിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ അത് ഏറ്റെടുക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മുഹറം 9ഉം 10ഉം ഇൻഷാ അല്ലാഹ് സമയം പോലെ നമുക്ക് പിന്നീട് വിവരിക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ ഈ മഹത്തായ സ്ഥാപനത്തിൽ വെച്ച് മുഹറം 9 രാത്രിയിൽ ആത്മീയ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ വർഷവും നമുക്ക് ഒരുമിച്ച് കൂടണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. മുഹറമിലെ ആദ്യത്തെ ദിവസം നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അന്ന് എന്താ നമുക്ക് ചെയ്യാനുള്ളത്? എന്നെ കേൾക്കുന്ന ചെറിയവരും വലിയവരും ആണും പെണ്ണും എല്ലാവരും മനസ്സിലാക്കണം, എല്ലാവരും ചിന്തിക്കണം. മുഹറമിന്റെ ആദ്യത്തെ ദിവസം കടന്നു വരുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, അന്നമൻ ഖറഅ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിനെ ഒരാൾ പാരായണം ചെയ്താൽ ഫീ അവ്വലി യൗമിൻ മിനൽ മുഹറം, മുഹറമിന്റെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ആയത്തുൽ കുർസി ഒരാൾ പാരായണം ചെയ്തു. എത്ര തവണ? മഹാന്മാര് പറയാണ് 360 മറ, 360 തവണ ആ അന്നത്തെ ദിവസത്തിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വലിയ റിസ്ക്കുള്ള ഏർപ്പാടൊന്നുമല്ല. രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്ര പേജ് ഞാൻ ഫേസ്ബുക്ക് വായിച്ചു തീർക്കുന്നുണ്ട്, എത്ര ആളുകളായിട്ട് ചാറ്റ് ചെയ്യാൻ എനിക്ക് സമയമുണ്ട്. വർഷത്തിൽ ഒരു ദിവസമാണ് പരിശുദ്ധ ദീന് നമ്മളോട് ചോദിച്ചത്. മുഹറമിന്റെ ആദ്യത്തെ ദിവസത്തിൽ ഒരു 360 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. അതിന്റെ മര്യാദ മഹാന്മാര് പറയുന്നു, ഓരോ തവണകളിലും തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയിട്ട്, ഓരോ തവണകളിലും ബിസ്മി ചൊല്ലിയിട്ട് വേണം അത് ഓതാൻ. അതല്ലാതെ ഓതിയാലും പുണ്യം കിട്ടൂലാന്നല്ല, അതിനൊക്കെ ഓരോ മര്യാദകളുണ്ടല്ലോ. ആ രൂപത്തിൽ 360 തവണ ഓതി തീർത്തിട്ട് അതിനുശേഷം അയാൾ പറയുക, എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ ഹാൽ ബിഹൗലിക വഖുവതിക യാ അല്ലാഹ്. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാലി ബിഹൗലിക വഖുവതിക യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഈ 360 തവണ ഓതിയ ആയത്തുൽ കുർസി ഓതിയിട്ട് അവസാനം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പേരിൽ ഒരു സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് അങ്ങ് സമർപ്പിച്ചാൽ മഹാന്മാര് പറയാൻ ഫഇന്നഹു യകൂനു മഹ്ഫൂളാ, എന്ത് ദുരന്തമുണ്ടായാലും ഏത് ഭവിഷ്യത്ത് വന്നാലും ഈ മനുഷ്യന് ഹിഫ്ള് കിട്ടുമെന്നാണ്. സംരക്ഷണം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ്. മാത്രമല്ല വയുഖാ മാ യുക്റഹു, വെറുക്കപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ട് മുഴുവൻ അള്ളാഹു ഈ മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പറഞ്ഞപ്പോ എന്താ ആമീന് സുഖമില്ലാത്ത അള്ളാഹു തൗഫീഖ് തരട്ടെ. കുറച്ച് പണിയെടുക്കുന്ന ഏർപ്പാടായതുകൊണ്ടാണ്. 360 തവണ ആയത്തുൽ കുർസി ഓതിയിട്ട് സമർപ്പിക്കുക മുഹറമിന്റെ ആദ്യത്തെ ദിവസം. അത് മോശാവൂല. ഒരു വർഷത്തിലെ ആദ്യത്തെ പരിപാടി തന്നെ അത്രയും നന്മകൾ ചെയ്തെടുത്താൽ ആ വർഷത്തിന് അള്ളാഹു മൊത്തം ഗ്യാരണ്ടി തരികയാണ്. അടുത്തൊരു വർഷം എന്തെങ്കിലും മുസീബത്ത് തന്നാൽ ഞാനതിൽ അകപ്പെടുകയോ ഇല്ലേ എന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഈ ഒരു വർഷത്തിനിടയ്ക്ക് എന്റെ ബിസിനസ്സും കച്ചവടങ്ങളും ഏർപ്പാടുകളൊക്കെ എവിടെത്തുന്നു പറയാൻ പറ്റൂല. എന്റെ നാട് ഭരിക്കുന്നവരൊക്കെ ഏത് രൂപത്തിൽ നീങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാന്റെ ഹബീബ് കണ്ടീഷൻ തരികയാണ്, ഈ രൂപത്തിൽ ഒരാൾ സമർപ്പിച്ചാൽ ആ മനുഷ്യന് അള്ളാഹു അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നതാണ്. പടച്ചോന്റെ സംരക്ഷണം കിട്ടിയാലല്ലേ നമ്മളൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. അത് നമ്മളെ ഈ കഴിഞ്ഞ ദുരന്തമൊക്കെ തെളിയിച്ചതാണ്. ഞാൻ അങ്ങോട്ട് നീങ്ങണില്ല. ഇനി അള്ളാന്റെ ഹിഫ്ള് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആര് സംരക്ഷിച്ചിട്ടും കാര്യമല്ല. പടച്ചോൻ സംരക്ഷിച്ചാൽ നമ്മളൊക്കെ രക്ഷപ്പെടും. അള്ളാഹുവിന്റെ വിശാലമായ ഹിഫ്ള് നമുക്കൊക്കെ വെച്ചു തരട്ടെ.
ആ നിലക്ക് ഒന്നാമത്തെ ദിവസം സമൃദ്ധമാക്കണം. പിന്നെയോ മുഹറമിൽ കഴിവിന്റെ പരമാവധി നല്ലോണം ദുആ ചെയ്യണം പടച്ചോനോട്. നന്മകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഒരു വർഷം പടച്ചോനെ എവിടെയും എന്നെ തളർത്തരുത്, ഒരാളെ മുമ്പിലും വഷളാക്കരുത്, എന്റെ കുടുംബത്തെ എവിടെയും കഷ്ടപ്പെടുത്തരുത്. ആ രൂപത്തിൽ പറയേണ്ട സങ്കടങ്ങൾ മുഴുവനും പറയണം.